എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. സ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയാ സതസദ്രൂപയാ ചാസൗ ഗുണമയ്യാ ഗുണോ വിഭോ. ഒന്നുകൂടി ശ്ലോകം നോക്കാം. സ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയാ സതസദ്രൂപയാ ചാസൗ ഗുണമയ്യാ ഗുണോ വിഭോ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. സഹ ഏവ ഭഗവാൻ അഗ്രേ ആത്മമായയാ ഇദം സസർജ അസൗ വിഭുഃ അഗുണഃ സത് അസത് രൂപയാ ഗുണമയ്യാ ച. അന്വയം ഒന്നുകൂടി നോക്കാം. സഹ ഏവ ഭഗവാൻ അഗ്രേ ആത്മമായയാ ഇദം സസർജ അസൗ വിഭുഃ അഗുണഃ സത് അസത് രൂപയാ ഗുണമയ്യാ ച. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. സഹ ഏവ ഇദം സസർജ അഗ്രേ ഭഗവാൻ ആത്മമായയാ സത് അസത് രൂപയാ ഗുണമയ്യാ അഗുണഃ വിഭുഃ. ഒന്നുകൂടി പദമായിട്ട് നോക്കാം. സഹ ഏവ ഇദം സസർജ അഗ്രേ ഭഗവാൻ ആത്മമായയാ സത് അസത് രൂപയാ ഗുണമയ്യാ അഗുണഃ വിഭു. സഹ ഏവ ഭഗവാൻ തന്നെയാണ്. ഇദം ഈ ലോകം സസർജ സൃഷ്ടിച്ചു അഗ്രേ ആദിയിൽ ഭഗവാൻ സർവശക്തനായ ഭഗവാൻ ആത്മമായയാ സ്വന്തം മായാശക്തിയാൽ സത് അസത് രൂപയാ സത്തും അസത്തും ഉള്ള ഗുണമയ്യ 3 ഗുണങ്ങളാൽ നിർമ്മിതമായ അഗുണഃ ഗുണങ്ങൾക്ക് അതീതനായ വിഭോ സർവവ്യാപിയായ. ഇനി ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ലോകം സൃഷ്ടിച്ചത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അഗുണഃ ഗുണാതീതനാണ്. എന്നാൽ സ്വന്തം മായാശക്തിയാൽ സത് അസത് രൂപത്തിലുള്ള ഈ ലോകത്തെ സൃഷ്ടിച്ചു. ഇവിടെ ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു, ഭഗവാൻ സൃഷ്ടിയിലുള്ളവൻ തന്നെയാണ്. എന്നാൽ പക്ഷേ സൃഷ്ടിയാൽ ബാധിക്കപ്പെടാത്തവനും കൂടിയാണ്. ഭഗവാൻ ലോകത്തിൻ്റെ സർവചരാചരങ്ങളിലും ഉണ്ട്. അതിനും അതീതമായിട്ടും ഉള്ളതാണ് ഭഗവാൻ. സൃഷ്ടിക്കും അതീതനായിട്ടാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. സൃഷ്ടികർത്താവുമായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാനെ സംബന്ധിച്ച് ഗുണങ്ങൾക്കും അതീതനാണ് എന്ന് ഈ ശ്ലോകം നമ്മളോടായിട്ട് പറയുന്നു. ഭാഗവത പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മുമ്പത്തെ ശ്ലോകങ്ങളെല്ലാം പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഭാഗവത പഠനം എന്ന പേരിൽ പ്ലേലിസ്റ്റായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.